കേരളത്തിൽ 4 ജില്ലയെ നേരിട്ട് ബാധിക്കുന്നതും 5 ലക്ഷത്തിലധികം ജനങ്ങളുടെ ജീവന് ഭീഷണിയുമായ മുല്ലപ്പെരിയാർ ഡാം എന്ന ജലബോംബ് കുന്നിൻ മുകളിൽ തല ഉയർത്തി നിൽക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. ഓരോ മഴക്കാലം വരുമ്പോഴും ഇപ്പോൾ പൊട്ടുമെന്ന് പറഞ്ഞ് ജനങ്ങളെ ആശങ്കയിലാക്കാൻ തുടങ്ങിയിട്ടും പതിറ്റാണ്ടുകളായി. ഈ സമയം നിരവധി നിയമപ്രശ്നങ്ങളും ഉയർന്നു പൊങ്ങി വരാറുണ്ട്. സുപ്രീം കോടതിയിൽ ഇടയ്ക്കിടെ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ് കേരളം ചെല്ലും. അതിൻ്റെ ഇരട്ടി ശക്തിയിൽ മുല്ലപ്പെരിയാർ എന്ന് വിളിച്ചു പറഞ്ഞ് തമിഴ്നാടും എത്തും. ഈ കളിയും കാണാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. എന്നിട്ടും എക്കാലത്തും സുപ്രീം കോടതിയിലെ കേസ് ജയിക്കുന്നത് തമിഴ്നാട് മാത്രം. ഇതെന്ത് കഥയെന്ന് ജനങ്ങൾ ചോദിക്കുന്നത്. നാളിതുവരെ മുല്ലപ്പെരിയാർ കേസ് ഒരെണ്ണത്തിൽ പോലും ജയിക്കാൻ സാധിക്കാത്ത അഭിഭാഷകരെയാണോ സുപ്രീം കോടതിയിൽ ഏർപ്പാടാക്കിയതെന്നും ചോദിക്കുന്നുണ്ട്. ഒരിക്കലും ജയിക്കാത്ത കേസുകൾ വാദിക്കുന്നതിന് അഭിഭാഷകർക്ക് കേരളം മുടക്കിയത് കോടികളാണെന്നുള്ളതാണ് വിരോധാഭാസം. അഭിഭാഷകർക്ക് കൊടുത്ത പ്രതിഫലത്തിന്റെ കണക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിനു വേണ്ടി മുല്ലപ്പെരിയാർ കേസ് സുപ്രീം കോടതിയിൽ വാദിച്ചത് 10 അഭിഭാഷകരാണ്. 4 വർഷം കൊണ്ട് നൽകിയത് 5.42 കോടി രൂപയാണെന്നാണ് പറയുന്നത്. 2020 ജനുവരി 1 മുതൽ 2024 മാർച്ച് 31 വരെയാണ് ഈ തുക നൽകിയത്. മുല്ലപ്പെരിയാർ കേസിൽ ഉന്നതാധികാരി സമിതിക്ക് ഈ കാലയളവിൽ നൽകിയത് 59.16 ലക്ഷം രൂപയാണ്. സുപ്രീം കോടതിയിലെ വക്കീലന്മാർക്ക് കോടികൾ നൽകിയിട്ടും കേസ് കേരളത്തിന് അനുകൂലമാക്കാൻ സാധിക്കുന്നില്ലെന്ന ആക്ഷേപവും നിലവിലുണ്ട്. മുല്ലപ്പെരിയാർ തർക്കവുമായി ബന്ധപ്പെട്ട് കേരളത്തിനു വേണ്ടി സുപ്രീം കോടതിയിൽ വാദം പറഞ്ഞ അഭിഭാഷകരാണ് കഴിഞ്ഞ 4 വർഷം കൊണ്ട് 5.42 കോടി രൂപ നൽകിയത്. 10 വക്കീലന്മാർക്കാണ് ഈ തുക കൈമാറിയിരിക്കുന്നതെന്ന്. ഇതിൽ 4 വക്കീലന്മാർക്ക് 1 കോടി രൂപയിലധികമാണ് കൈപ്പറ്റിയിരിക്കുന്നത്. ഇതിനു പുറമെ ഉന്നതാധികാര സമിതിയിലുള്ള അംഗങ്ങൾക്കായി 59.16 ലക്ഷം രൂപയാണ് ചിലവഴിച്ചിരിക്കുന്നതെന്നും ഇവർക്ക് ഓണറേറിയം നൽകാനായി 16.6 ലക്ഷം രൂപയും ചിലവഴിച്ചിട്ടുണ്ട്. സിറ്റിങ്ങിന് ലക്ഷങ്ങളും കോടികളും വാങ്ങുന്ന വക്കീലന്മാരെ കൊണ്ടുവന്നിട്ടും മുല്ലപ്പെരിയാർ കേസിൽ കേരളത്തിന് അനുകൂലമായ സുപ്രധാന വിധികൾ ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ചോദ്യമുയരുന്നത്. അതേസമയം കേസുകളെല്ലാം നിഷ്പ്രയാസം തമിഴ്നാട് ജയിച്ചു കയറുകയാണ്. അന്തർ സംസ്ഥാന ജലതർക്കമായതിനാൽ മികച്ച വക്കീലന്മാരെയാണ് സംസ്ഥാനം സുപ്രീം കോടതിയിൽ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഓരോ വർഷത്തെയും ബഡ്ജറ്റിൽ ഒരു തുക വകയിരുത്തുന്നതും പതിവുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തിലേക്ക് 8,67,100 രൂപ ബഡ്ജറ്റ് നീക്കിയിരിപ്പുണ്ട്. ഇതുവരെ വക്കീലന്മാർക്കോ മറ്റു വ്യക്തികൾക്കോ ചിലവിനോ യാതൊരു കുടിശ്ശികയും വരുത്തരുതെന്നാണ് സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്നത്. കേരളത്തിന് വേണ്ടി ഹാജരാകുന്നവരെല്ലാം കേമന്മാരാണ്. ഹരീഷ് എൻ സാൽവെ, ജി പ്രകാശ്, മോഹൻ വി കട്ടാർക്കി, രാജീവ് ധവാൻ, അപരാജിത സിംഗ്, വി ഗിരി, രമേശ് ബാബു, പി റാവു, ഗായത്രി ഗോസ്വാമി, ജയദീപ് ഗുപ്ത എല്ലാവരും പ്രമുഖർ. എന്നിട്ടും കേരളത്തിന് പിഴയ്ക്കുന്നത് എവിടെയെന്ന് സർക്കാർ ഇന്നും അന്വേഷിക്കുന്നില്ല. മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി എന്ന പേരിൽ ഒരു സംഘം വർഷാവർഷം പരിശോധന നടത്തി മടങ്ങുകയല്ലാതെ ജനങ്ങളുടെ ആശങ്കയകറ്റാനുള്ള ശാശ്വത പരിഹാരം എന്നുണ്ടാകുമെന്ന് ചോദ്യമുയരുകയാണ്. അതോ ഒരു ദുരന്തത്തിന് വേണ്ടി സർക്കാർ സമയം ചിലവഴിക്കുകയാണോ എന്ന ആശങ്കയും ജനങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്.